UDFിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല എപ്പോഴും UDFിൻ്റെ ഒപ്പം നിന്നിട്ടുള്ളൊരു ജില്ലയാണ്. അപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോലും 9 സീറ്റ്, നിർണായകമായ 9 സീറ്റ് നേടുവാൻ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ എറണാകുളം ജില്ല പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, UDF ലക്ഷ്യമിടുന്ന ആ വലിയ നമ്പറും വലിയ ഭൂരിപക്ഷമൊക്കെ നേടുന്നതിന് എറണാകുളം ജില്ലയുടെ മണ്ഡലങ്ങളെ കീഴടക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂരിൽ പോലും വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമാണ്, നല്ലൊരു മത്സരത്തിലേക്ക് വരികയാണ്. എറണാകുളം ജില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി. അതെ, UDFിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനം ഭരണം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ചില ജില്ലകളുണ്ട് അവരുടെ കരുത്ത് ശക്തി കോട്ടകൾ എന്നൊക്കെ പറയാവുന്ന, മലപ്പുറം ജില്ല അങ്ങനെ ഒരു ഇതാണ്, അത് മുസ്ലിം ലീഗിൻ്റെയാണ്. ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ല അത്തരത്തിലൊന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ല വലതുപക്ഷ വളക്കൂറുള്ളൊരു മണ്ണ്. അപ്പോൾ സംസ്ഥാന ഭരണം പിടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൽ BJPയുടെ കാര്യം UP പിടിച്ച കേന്ദ്രം പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ എറണാകുളം പിടിച്ച സംസ്ഥാന ഭരണത്തിന് നല്ലൊരു പങ്ക് അതിലേക്ക് കയറാം, അതിൻ്റെ ഭൂരിപക്ഷം കിട്ടും. ഇത്തവണ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ശക്തി കോട്ടയിൽ പഴയ ശക്തി ഉണ്ടോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ചില പ്രത്യേക മണ്ഡലങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ സംശയത്തിനും വകയുണ്ട്. തോമസ് പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല എപ്പോഴും UDFിൻ്റെ ഒപ്പം നിന്നിട്ടുള്ളൊരു ജില്ലയാണ്. പലപ്പോഴും ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി തന്നെ എറണാകുളം ജില്ലയിൽ UDF നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൊത്തമുള്ള 14 സീറ്റുകളിൽ 12 സീറ്റും ഒക്കെ നേടുന്ന ഒരു ക്ലീൻ സ്വീപ്പ് പോലെ എന്ന് പറയാവുന്ന വിജയം നേടിയ അവസരങ്ങൾ പോലും ഉണ്ട്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് 9ഉം 5ഉമാണ്. LDFിൻ്റെ ശക്തമായൊരു തേരോട്ടം ഉണ്ടായ ഘട്ടത്തിലും 9 സീറ്റ് UDFിന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. തെക്കൻ ജില്ലകളൊക്കെ LDF ക്ലീൻ സ്വീപ്പ് ചെയ്ത സമയത്താണ് ഇതെന്നും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോലും 9 സീറ്റ്, നിർണായകമായ 9 സീറ്റ് നേടുവാൻ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രഭരണം പിടിക്കുന്നതിന് UP പിടിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥിതി എറണാകുളം ജില്ല ഈ ഭരണത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് 100 സീറ്റ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന ലക്ഷ്യമൊക്കെ നേടുന്നതിനുള്ള മത്സരിക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് അതിനകത്തൊരു ക്ലീൻ സ്വീപ്പ് 14ൽ മെജോറിറ്റി, ഒരു ബ്രൂട്ടൽ മെജോറിറ്റി സീറ്റുകൾ നേടുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു 9-5 എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അത്തരത്തിലൊരു വലിയ മേധാവിത്വത്തിലേക്ക് എറണാകുളം ജില്ലയിൽ UDFിന് പോകാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഉളവാകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം LDF ജയിച്ച 5 സീറ്റുകളും അവർ നിലനിർത്തുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ LDF ജയിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് കൊച്ചി, വൈപ്പിൻ, കോതമംഗലം, കളമശ്ശേരി, കുന്നത്തുനാട്. ഈ 5 സീറ്റുകളാണ് LDF ജയിച്ചിരിക്കുന്നത്. ആ 5 സീറ്റുകളും LDF നിലനിർത്തുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിലൊരല്പം മത്സരം ഉണ്ടാകുന്നു എന്ന് പറയാവുന്നത്, ഒരു സംശയത്തിൻ്റെ നിഴലിൽ പോകുന്നൊരു മണ്ഡലം എന്ന് പറയാവുന്നത് വൈപ്പിൻ മണ്ഡലമാണ്. അത് എങ്ങനെയായിരിക്കും എങ്കിൽ പോലും നമ്മൾ വൈപ്പിൻ മണ്ഡലം എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ KN ഉണ്ണികൃഷ്ണൻ ആണ് അവിടെ വിജയിച്ചത്. അവിടെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ, ദീപക് ജോയ് മത്സരമാണ്. അവർ കഴിഞ്ഞ തവണ വൈപ്പിൻ സീറ്റിൽ അതേപോലെ മത്സരിച്ചത്. 8201 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ അന്ന് KN ഉണ്ണികൃഷ്ണൻ നേടിയത്. അപ്പോൾ ആ ഭൂരിപക്ഷം മറികടക്കാൻ ഇപ്പോൾ ടോണി ചമ്മണിക്ക് കഴിയുമോ, അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് ആ സീറ്റ് നിലനിർത്തുന്നതിന് അഡ്വക്കേറ്റ് MB ഷൈനിക്ക് കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആണ് ഒരല്പം ഒരു ഈ 5 സീറ്റുകളിൽ ഒരു സന്ദേഹം എന്ന് നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ഉള്ളത്. ഇനി ഇതേ സ്ഥാനാർത്ഥികൾ തന്നെ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇവർ തന്നെ 2ാം തവണയാണ് ഇവർ ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തവണ ഉണ്ണികൃഷ്ണൻ വിജയിക്കുന്നു. ഈ ദീപക് ജോയിയുടെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തവണ മുന്നത്തെ വിജയം അതേ എതിരാളിക്ക് മേൽ ആവർത്തിക്കാൻ പുതിയ മണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണന് സാധിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോതമംഗലം, കളമശ്ശേരി, കുന്നത്തുനാട്, കൊച്ചി, ഈ സീറ്റുകളെല്ലാം നിലനിർത്തും എന്നുള്ളത് ഉറപ്പാണ്, ഏറെക്കുറെ ഉറപ്പായൊരു സാഹചര്യം തന്നെയാണ്.
ഇതേ സമയത്ത് എൽ ഡി എഫിന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ നമ്മൾ തൃപ്പൂണിത്തുറ മണ്ഡലം എടുക്കുമ്പോൾ കെ ബാബുവും എം സ്വരാജും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അവിടെ ഭൂരിപക്ഷം 992 വോട്ടിൻ്റെയാണ്. ഇത്തവണ വൈപ്പിനിൽ നേർക്കുനേർ മത്സരിച്ച ദീപക് ജോയിയും കെ എൻ ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ നേർക്കുനേരെ മത്സരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ തൃപ്പൂണിത്തുറയിൽ വിജയം കെ എൻ ഉണ്ണികൃഷ്ണൻ അനുകൂലമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചനകൾ നമുക്ക് ആദ്യത്തെ ഒരു റൗണ്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിലവിലുള്ള 5 സീറ്റ് നിലനിർത്തുകയാണെങ്കിൽ ഒരു സീറ്റ് പ്ലസ് പിടിക്കാൻ കഴിയുന്നൊരു സ്ഥിതിയിലേക്ക് LDF പോകുന്നുണ്ട് എന്നുള്ളതാണ്. 5 സീറ്റ് നിലനിർത്താൻ കഴിയണം എന്നുള്ളതൊരുന്ന്. അതിൽ ഞാൻ സൂചിപ്പിച്ച വൈപ്പിനെ സംബന്ധിച്ച് മാത്രമാണ് അതിനകത്ത് അല്പം ഒരു ഇതുള്ളത്. ആ വൈപ്പിനും കൂടി നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5+1 6 എന്നുള്ള നിലയിലേക്ക് പോകും. അപ്പോൾ UDFൻ്റെ സീറ്റ് 8 എന്നുള്ള നിലയിലേക്ക് കുറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇനി 1-2 സീറ്റുകൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് മത്സരം കടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ മൂവാറ്റുപുഴയിലൊക്കെ ഇതുപോലെ മാറി മാറി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ കേരള ഭരണം പോലെ തന്നെ ഒരു തവണ അവിടെ CPI ആണ്, പിന്നെ കോൺഗ്രസ് വരുന്നു, വീണ്ടും CPI വരുന്നു, വീണ്ടും കോൺഗ്രസ് വരുന്നു. ഇപ്പം മാത്യു കുഴൽനാടൻ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് സിറ്റിംഗ് MLA മത്സരിക്കുന്ന ഒരു മണ്ഡലം, ആ ഒരു മുൻതൂക്കം ഇത്തവണ അവിടെ ഉണ്ടോ? അതാണ് തോമസേ, ഈ 2 മണ്ഡലങ്ങളാണ് ഇവിടെ നിർണായകമാകാൻ പോകുന്നത്, ബലാബലത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ UDFന് ഒരു കേരള ഭരണം പിടിക്കുന്ന തരത്തിലുള്ളൊരു നമ്പറിലേക്ക് എത്തണമെങ്കിൽ ഈ എറണാകുളം ജില്ല കംപ്ലീറ്റായി കീഴടക്കണം. പക്ഷെ അതിൻ്റെ ഒരു സാധ്യത കുറവാണെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ തോമസ് പറഞ്ഞ മൂവാറ്റുപുഴ തന്നെ എടുക്കുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ കഴിഞ്ഞവണ എൽദോ എബ്രഹാമാണ് CPIയുടെ ഭൂരിപക്ഷം 6161 വോട്ടിന് തകർക്കാവുന്നൊരു ഭൂരിപക്ഷമാണ്. ഇത്തവണ N അരുണാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള N അരുണാണ് അത്യാവശ്യം ബേസ് ലെവൽ പോപ്പുലറായ ഒരു ആളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ മാറുക? ഈ കുറച്ച് മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമല്ലാത്തൊരു സാഹചര്യം കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു സ്ഥിതിയൊക്കെ ഉണ്ട്. ചില ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനൊക്കെ ഉയർന്നു വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയിലേക്ക് വന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ അവിടെ ആ സീറ്റ് നഷ്ടപ്പെടുകയാവുന്ന സ്ഥിതി വരികയാണെങ്കിൽ UDFന് അത് താങ്ങാനാവുന്നതിനപ്പുറമായിരിക്കും, നമ്പർ വീണ്ടും കുറയുകയാണ്. അതുപോലെ തന്നെ ഉള്ളൊരു സീറ്റാണ് അങ്കമാലി. അത് സത്യത്തിൽ കേരളത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഷുവർ സീറ്റാണ്. പക്ഷേ എന്താ സംഭവം, അവിടെ ഇപ്പോൾ നേരത്തെ റോജി M. ജോൺ ജയിക്കുമ്പോൾ 15,929 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു ഘടകം എന്താ വെച്ചാൽ, പെരുമ്പാവൂരിൽ 2 വട്ടം MLA ആയിരുന്ന സാജു പോള് അങ്കമാലിയിലേക്ക് വരുന്നു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി അരിവാൾ ചിറ്റിയ നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്നു. അതെ, അവിടെ എത്ര നാൾ ജനതാദളാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഓർക്കണം, AP കുര്യനെ പോലെ കേരളത്തിൻ്റെ സ്പീക്കറായിരുന്ന CPMൻ്റെ എറണാകുളം ജില്ലയിലെ തലമുതിർന്ന നേതാവായിരുന്ന AP കുര്യൻ നിരവധി തവണ തുടർച്ചയായി വിജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് അങ്കമാലി എന്ന് പറയുന്നത് തോമസ് സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ ഒരു ഷുവർ കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് അവിടെയും ഈ അരിവാൾ ചിറ്റിയ നക്ഷത്രം അടയാളത്തിൽ തന്നെ ജയിച്ച ചരിത്രമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ബലാബലം ശക്തമായി വരികയാണ്. അവിടെ സാജു പോള് പരിണിതപ്രജ്ഞനായ നല്ല കഴിവുള്ള MLA ആയിരുന്ന ഒരാളാണ്. പണ്ട് കോൺഗ്രസിൽ നിന്ന് പെരുമ്പാവൂർ പിടിച്ചെടുത്തൊരു ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പെരുമ്പാവൂരിലെ കോൺഗ്രസ് MLA കൂടിയായിരുന്നു നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇത്തവണ അങ്കമാലിയിൽ വരുന്നത്. അപ്പോൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി വരുന്നു, അരിവാൾ ചിറ്റിയ നക്ഷത്രം അടയാളത്തിൽ വരുന്നു എന്ന് പറയുന്നത് CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വൈകാരികമായി രംഗത്തേക്ക് വരുന്നതിനും ഇറങ്ങുന്നതിനും ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. എങ്കിലും 15,929 വോട്ടിൻ്റെ ഒരു മേൽക്കൈ കോൺഗ്രസിനുണ്ട്. അത് തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFൻ്റെ ഒരു കോട്ടയാണെന്ന് ഏറെക്കുറെ സമീപകാലത്തെ ചരിത്രം കൊണ്ട് തെളിയിക്കുന്ന ഒരു സബർബൻ ഏരിയയാണ്. അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അതെ, പിന്നെ അവിടുത്തെ ഈ ക്രിസ്ത്യൻ മെജോറിറ്റി ഉണ്ട്. അതിൽ തന്നെ യാക്കോബായ റോമൻ കാത്തലിക് വിഭാഗങ്ങളുടെ ഒരു പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ എന്നതിൽ ഷിഫ്റ്റ് ഉണ്ടാവുമോ? കാരണം സാജു പോള് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ആളാണ്.
റോജി എം ജോൺ RC ആണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഷിഫ്റ്റ് എങ്ങനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് ഇഴപിരിച്ച് പരിശോധിക്കേണ്ട ഒരു സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസൾട്ട് വരുമ്പോഴാണ് അങ്കമാലിയുടെ കാര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയും. പോലും UDF ഒരു മുൻതൂക്കം അവിടെ ഉണ്ട്. UDF ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തി പോകണം. ഈ ഒരു റൗണ്ട് പരിശോധിക്കുമ്പോഴും ഈ എഡ്ജ് ഉണ്ടെന്ന് വിലയിരുത്തി പോകണം. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ എറണാകുളം ജില്ല പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ UDF ലക്ഷ്യമിടുന്ന ആ വലിയ നമ്പറും വലിയ ഭൂരിപക്ഷമൊക്കെ നേടുന്നതിന് എറണാകുളം ജില്ലയുടെ മണ്ഡലങ്ങളെ കീഴടക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. പക്ഷെ അതിനൊരു സാധ്യത നമുക്ക് കാണാൻ ഇപ്പം കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം. എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ അത് പോയിട്ടുണ്ടാവും. അതെ 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 അത് ആ ഒരു പ്രശ്നം. പ്രതിപക്ഷ നേതാവടക്കം മത്സരിക്കുന്ന ഒരു ജില്ലയാണ്. അല്ല ഇപ്പോൾ ഈ രസം അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂരിൽ പോലും വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. നല്ലൊരു മത്സരത്തിലേക്ക് വരികയാണ്. അത് ആ ഒരു പ്രശ്നമുണ്ട്. ആലുവ അതുപോലെ തന്നെ നമ്മൾ തള്ളിക്കളയാവുന്നൊരു മണ്ഡലം AM ആരിഫ് വരികയാണ്. ആലുവയുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ CPM വിജയിച്ചിട്ടുള്ള മണ്ഡലം തന്നെയാണ്. യൂസഫ് അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളരെ ഒരു സമീപകാലത്തൊരു വോട്ടിംഗ് രീതിയുടെ അടിസ്ഥാനത്തിലെല്ലാം UDF കോട്ടകളാണ് എന്ന് നമ്മൾ അങ്ങ് സംശയരഹിതമായി വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അവിടെ സാമുദായിക വോട്ടുകൾ നിർണായകമാണ്. പക്ഷെ AM ആരിഫും അതേ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന പക്ഷേ എങ്കിൽ പോലും അതൊന്നും നമുക്ക് LDFന് അനുകൂലമായി പോകുമെന്ന് ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടലിൽ എടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്ന ചിത്രം UPയുടെ കാര്യം കേന്ദ്ര ഭരണത്തിൽ എന്ന് പറയുന്ന പോലെ ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതെന്നും LDF തരംഗം ഉണ്ടായിരുന്നപ്പോഴും ഈ ജില്ല UDFനൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ കാണുന്നത് ഈ 5 സീറ്റും LDF നിലനിർത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. +1 or 2. +1 എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഏറെക്കുറെ ഷുവറാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പാറ്റേണിലേക്ക് പോകുന്നത് UDF സ്വപ്നം കാണുന്ന ആ ഒരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായൊരു കാര്യമായിരിക്കും. എറണാകുളം ജില്ലയുടെ വിധിയെഴുത്ത് UDFന് മേൽക്കൈ ഉണ്ടാകുമെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു മേൽക്കൈയിലേക്ക് പോകാൻ സാധ്യതയില്ല. 5 സീറ്റോ അല്ലെങ്കിൽ 6 സീറ്റോ ഒത്താൽ 7 സീറ്റ് ഞാൻ പറഞ്ഞ പോലെ മൂവാറ്റുപുഴ പോലെയുള്ള സീറ്റ് പിടിക്കാൻ പറ്റിയാൽ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് എറണാകുളം ജില്ല എന്ന് പറയുന്നത് UDF അധികാരത്തിലെത്തുന്നതിന് വളരെ നിർണായകമാണ്. പക്ഷേ നിലവിലെ ആദ്യ റൗണ്ട് സാഹചര്യം വിലയിരുത്തുമ്പോൾ അത്ര വലിയൊരു മേൽക്കൈ കാണിക്കുവാൻ UDFന് കഴിയുന്നില്ല എന്നുള്ള പ്രത്യേകത നമ്മൾ വിലയിരുത്തി പോകേണ്ടതുണ്ട്. ഈ ജില്ല നമ്മൾ വീണ്ടും അടുത്ത റൗണ്ടുകളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് അനാലിസിലേക്ക് പോകാം. പക്ഷേ ആദ്യ റൗണ്ടിൽ കാണുന്ന പ്രതികരണം UDF പ്രതീക്ഷിക്കുന്ന ഒരു മേൽക്കൈ എറണാകുളം ജില്ലയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിലയിരുത്താൻ പറ്റുന്നത്.